24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. 2020 ലോകകപ്പിനായി ടീം ഇന്ത്യ ന്യൂയോർക്കിൽ പരിശീലനം ആരംഭിച്ചു. മലയാളി താരം സഞ്ജു സാംസണും ടീമിനൊപ്പം ചേർന്നിട്ടുണ്ട്. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്. വലിയൊരു പ്രതീക്ഷയും സ്വപ്നവുമാണത്, പറയൂ. തീർച്ചയായും SKN, നീണ്ട കാലത്തിന് ശേഷം ഇന്ത്യ ഒരു ICC കിരീടം നേടുന്നത് കാണാൻ കാത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ എല്ലാ ആരാധകരും ഒക്കെ തന്നെ IPLലെ 2 മാസം നീണ്ട ആവേശങ്ങളൊക്കെ തന്നെ അവസാനിച്ചു കഴിഞ്ഞു. പല ചേരികളിലായിട്ടായിരുന്നു നമ്മൾ പലരും ഉണ്ടായിരുന്നത്. രാജസ്ഥാൻ, ചെന്നൈ, ബംഗളൂരു, മുംബൈയിൽ തന്നെ രോഹിത് ഘടകം, ഹാർദിക് ഘടകം, അങ്ങനെ പല ചേരികളായിട്ടായിരുന്നു ആരാധകർ ഉണ്ടായിരുന്നത്. ഇനി എല്ലാവരും ഒറ്റ മനസ്സും ഒറ്റ ടീമുമായാണ് ലോകകപ്പിന് പോകുന്നത്. നമ്മുടെ ടീം ഇന്ത്യ എന്ന തരത്തിലാണ്. രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന ടീമിൽ വലിയ പ്രതീക്ഷയാണ്. ഒരുപക്ഷെ സമീപകാലത്തെ ടീം സെലക്ഷനെ കുറിച്ച് വലിയ മറിച്ച് അഭിപ്രായങ്ങളൊന്നും വരാത്ത ഒരു സെലക്ഷനാണ് ഇത്തവണ ഉണ്ടായത്. 1-2 റിങ്കു സിംഗിനെ പോലുള്ള ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില പരാതികൾ ഒഴിച്ചു നിന്നാൽ മൊത്തത്തിൽ ടീമിനെക്കുറിച്ച് വലിയ പരാതികളോ ആക്ഷേപങ്ങളോ ഒന്നും തന്നെയില്ല. ഒരുപിടി മാച്ച് വിന്നർമാരുണ്ട്, യുവതാരങ്ങളുണ്ട്, കോഹ്ലിയെയും രോഹിത്തിനെ പോലുള്ള പരിചയസമ്പന്നരുണ്ട്. അങ്ങനെ ഏറ്റവും മികച്ച ടീമുമായി തന്നെയാണ് ഇന്ത്യ അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടക്കുന്ന ഈ ലോകകപ്പിന് പോകുന്നത്. ഇപ്പോൾ ഇന്ത്യ അവിടെ പരിശീലനം തുടങ്ങി എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അതിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ താരങ്ങൾ തന്നെ പങ്കുവച്ചത്. ഹാർദിക് പാണ്ഡ്യ ടീമിനൊപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡിവോഴ്സ് വാർത്തകൾ എന്നൊക്കെ തരത്തിൽ ധാരാളം റൂമേഴ്സ് ഉണ്ട്. പക്ഷേ അതൊക്കെ തന്നെ അദ്ദേഹത്തിനും മറികടക്കണം. അല്ലെങ്കിൽ IPLലെ മോശം ഒരു സീസണാണ് ഹാർദിക്കിനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അത് മറികടന്ന് അദ്ദേഹം വളരെ ഹാപ്പിയായി തന്നെ പരിശീലനത്തിൽ പങ്കെടുക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. ഒപ്പം തന്നെ നമ്മളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് മലയാളി താരം സഞ്ജു സാംസൺ ടീമിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആദ്യ ബാച്ചിനൊപ്പം അല്ല സഞ്ജു പോയത്, 2ാം ബാച്ചായിട്ടാണ് സഞ്ജു അടക്കമുള്ള താരങ്ങൾ ന്യൂയോർക്കിലെത്തിയത്. അദ്ദേഹവും അവിടെ എത്തി പരിശീലനം തുടങ്ങി. സഞ്ജുവിനെ ഇന്ത്യയുടെ ആദ്യ 11-ൽ കളിക്കുന്നത് കാണാനായിരിക്കും നമ്മൾ മലയാളി ആരാധകരെല്ലാം തന്നെ കാത്തിരിക്കുന്നത്. ശ്രീശാന്ത്, ഇന്ത്യ ആദ്യമായി 2020 ലോകകപ്പ് നേടിയപ്പോൾ ശ്രീശാന്ത് ആ ടീമിലുണ്ടായിരുന്നു. ഇന്ത്യക്ക് ജയം സമ്മാനിച്ച നിർണായക ക്യാച്ച് എടുത്തത് ശ്രീശാന്താണ്. ആ ശ്രീശാന്തിന് ശേഷം ഒരു മലയാളി താരത്തിന് ലോകകപ്പ് ടീമിലൊന്നും ഇടം പിടിക്കാനായിട്ടില്ല. പക്ഷേ ഒടുവിൽ നമ്മുടെ എല്ലാം പ്രതീക്ഷകൾക്കൊക്കെ തന്നെ കരുത്തേകി അങ്ങനെ സഞ്ജു ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായിരിക്കുകയാണ്. ഇനി സഞ്ജു കളിക്കുന്നത് കാണാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യ മത്സരം 5-ാം തീയതിയാണ്. അടുത്ത മാസം 5-ാം തീയതിയാണ് അയർലൻഡിനെതിരെയാണ് ആദ്യ മത്സരം. അതിനു മുമ്പായി 1-ാം തീയതി ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ ഒരു പരിശീലന മത്സരം കളിക്കും. ഇനി വിരാട് കോഹ്ലി കൂടി വരാനാണ് ടീം ഇന്ത്യ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ലോകകപ്പിലടക്കം ഇന്ത്യയുടെ ജയത്തിലേക്ക് നയിച്ച കോഹ്ലി കൂടി 30-ാം തീയതി എത്തോടുകൂടി ഇന്ത്യൻ ടീം സുസജ്ജമാകും. എന്തായാലും ഇന്ത്യ വലിയ പ്രതീക്ഷയിലാണ്. 2007-ലെ പ്രഥമ ലോകകപ്പിന് ശേഷം ഇന്ത്യ വീണ്ടും ഒരു കിരീടം രോഹിത്തിന് കീഴിൽ നേടുമെന്നാണ് ആരാധകരെല്ലാം പ്രതീക്ഷിക്കുന്നത്. SKN. താങ്ക് യു അനിൽ വാസുദേവ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.